ക്രൈസ്തവ സന്യാസ ജീവിതം എത്രമാത്രം സുന്ദരമാണ് എന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവവേദ്യമാക്കുന്ന ഗുഡ്നസ് TV അവതരിപ്പിക്കുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ക്രൈസ്തവ സമർപ്പിത സന്യാസ സംഗമവേദിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശ്വാസ രഹസ്യ അനുഭവമാണ് ഒരു വ്യക്തിയുടെ സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളി ലഭിക്കുന്ന ഒരു കാര്യം. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, എത്ര നാളത്തേക്ക് വേണ്ടിയാണ് ദൈവം ഈ വിളിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഒരു ആയുസ് കൊണ്ട് നൽകേണ്ടവരാണ് ഓരോ സമർപ്പിതരും. ഈ വേദിയിലൂടെ പ്രിയപ്പെട്ട ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ നൂറുകണക്കിന് സമർപ്പിത ജീവിതങ്ങളെ ഇതിനോടകം തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതിശയത്തോടു കൂടിയാണ് പലരും പല ജീവിത സാക്ഷ്യങ്ങളും ഏറ്റുവാങ്ങുന്നത്. ഇവിടെ ഇന്ന് തന്നെ ദൈവം വിളിച്ചത് അനേകം പതിത മനസ്സുകൾക്ക് കാവലിരിക്കാനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒട്ടേറെ മനസ്സുകളുടെ കാവൽക്കാരിയായി ഒട്ടേറെ വ്യക്തികളുടെ കുടുംബ ജീവിത രഹസ്യങ്ങളുടെയും തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ അരികിൽ ചെന്ന് നിന്ന് അവരെ ഉയർത്തെഴുന്നേൽക്കുവാൻ സഹായിക്കുന്ന ഒരു തുണ സഹോദരിയായി സ്വയം അവതരിപ്പിച്ച് മനഃശാസ്ത്ര വിദഗ്ധയായി ഗവേഷകയായി ഒട്ടേറെ പേർക്ക് കൗൺസിലിങ്ങിലൂടെ ആന്തരിക സൗഖ്യം പ്രദാനം ചെയ്യുന്ന സിസ്റ്റർ സൂന CMC, റവറൻഡ് ഡോക്ടർ സിസ്റ്റർ സൂന CMC കോതമംഗലം പ്രോവിൻസിലെ അംഗമാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് ഈ നല്ല വേദിയിലേക്ക്. റവറൻഡ് ഡോക്ടർ സിസ്റ്റർ സൂന CMC വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനാൽ സ്ഥാപിതമായ CMC സന്യാസിനി സമൂഹത്തിലെ കോതമംഗലം പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ സൂന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ആശ്രയമാണ്. തൻ്റെ പഠന പരിചിന്തന മനന ധ്യാനങ്ങളിലൂടെ ഇന്നും പുതിയ പുതിയ തലങ്ങളിലേക്ക് കണ്ടെത്തലുകൾ നടത്തുവാൻ പരിശ്രമിക്കുന്ന, പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ സൂന CMC നമുക്കെല്ലാവർക്കും മാതൃകയാണ്. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം സിസ്റ്റർ. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ സൂന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും പ്രിയപ്പെട്ട സൂനാമയാണ്. കാരണം ഞങ്ങൾ UP ക്ലാസ്സുകളിൽ 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അജപാലന ശുശ്രൂഷയ്ക്ക് വന്ന് അൾത്താരപാലന്മാരായിരുന്ന ഞങ്ങളെ ദൈവവിളിയിലേക്ക് കൈപിടിച്ച് നടത്തി ഇന്നോളമുള്ള ഞങ്ങളുടെ വളർച്ചയിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ എന്ന പോലെയാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട സൂനാമയെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സൂനാമയുടെ ജീവിതവും സമർപ്പണ ജീവിതവും ഞങ്ങളെപ്പോലെ തന്നെ ധാരാളം പേർക്ക് അനുഗ്രഹമായി മാറിയ ഒരു ജീവിതമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സൂനാമയുടെ ജനനവും കുടുംബ പശ്ചാത്തലവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡിലേക്ക് പറയാം. എൻ്റെ ജനനം 1956 നവംബർ 10-ാം തീയതിയാണ്. ഞാൻ ഏടല്ലൂർ നെടുങ്കല്ലെ കുടുംബാംഗമാണ്. എനിക്ക് ഇന്ന് 6 സഹോദരങ്ങളാണ് ബാക്കിയുള്ളത്. പേരൻസ് 2 പേരും പോയി, 2 സഹോദരങ്ങളും പോയി. ഒരാൾ സിസ്റ്റർ അനില CMC ഹസാരിബാഗ് പ്രൊവിൻസിലെ വളരെ നല്ലൊരു പ്രേക്ഷിത ആയിരുന്നു. 3ാമത്തെ ആങ്ങളെയും പോയി. ബാക്കി എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നു. വളരെ സന്തോഷമായിട്ട് എല്ലാവരും പോകുന്നു. ഞാനും എൻ്റെ രംഗത്ത് ഏറ്റവും സന്തോഷത്തോടെ മുന്നേറുന്നു. ദൈവവിളിയുടെ ഒരു പശ്ചാത്തലം കൂടി പറയാം. ഞങ്ങൾ ധാരാളം ദൈവവിളിയുള്ളൊരു കുടുംബമാണ് നെടുങ്കല്ലെ കുടുംബം. ആസച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ കസിൻസ് പലരും അച്ഛന്മാരുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഇച്ചായന് 4 പെങ്ങന്മാർ
HCCയിലെ സിസ്റ്റേഴ്സാണ്. അവരെയാണ് ഞങ്ങൾ ആദ്യം സന്യാസിനികളായിട്ട് ആദ്യം കാണുന്ന ആൻറ്റിമാരെയാണ്. വളരെ സ്നേഹവും സൗഹൃദവും എപ്പോഴും ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തുടങ്ങി ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് വളരെ സ്നേഹം തന്ന് ഞങ്ങളെ സ്നേഹിച്ച് കൊണ്ടിടുന്ന ആൻറ്റിമാരാണ്. ആൻറ്റിമാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ആ ആൻറ്റിമാരുടെ ജീവിതമൊക്കെ കാണുകയും, അതുപോലെ ഏഴൂർ മഠത്തിലെ സിസ്റ്റേഴ്സ്, എനിക്ക് അന്ന് FC സിസ്റ്റേഴ്സിനെ അറിയത്തുള്ളൂ. കാർമലൈറ്റ് സിസ്റ്റേഴ്സിനെ എനിക്കധികം പരിചയമില്ല. FC സിസ്റ്റേഴ്സിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ SH സിസ്റ്റേഴ്സിനെ, അടുത്തുള്ള മുതലക്കുളം ഇടവയിൽ SHകാരുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെയൊക്കെയാണ് കണ്ടു വളർന്നത്. പ്രവർത്തന രംഗത്തേക്ക് നോക്കിയപ്പോൾ എനിക്കൊരു 10ാം ക്ലാസ്സിലേക്കും കടന്നു വന്നപ്പോൾ, ഒരു 8ാം ക്ലാസ് തുടങ്ങി എൻ്റെ ഉള്ളിൽ ഒരു മിഷണറി ആകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഒപ്പം ഞാൻ സിസ്റ്റേഴ്സൊക്കെ സേവനം ചെയ്യുന്നത് അധികവും വിദ്യാഭ്യാസ രംഗവും ഹോസ്പിറ്റലും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ എന്തോ ഈ മേഖലയല്ലാതെ വേറെ എന്തോ മേഖലയാണ് എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയിട്ടുണ്ട്. ആ പ്രത്യേക മേഖലയ്ക്ക് ഒരു പേര് കൊടുക്കാനൊന്നും എനിക്കന്ന് അറിയില്ല. പക്ഷെ മറ്റെന്തോ ആണ് എൻ്റെ, അങ്ങനെ എനിക്ക് ആ വിളി കിട്ടിയാൽ, അങ്ങനെ ഒരു സഭയിലേക്ക് ചേരാൻ പറ്റിയാൽ ഞാൻ ചേരും എന്നുള്ളത് എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ 8ാം ക്ലാസ് തുടങ്ങി കൊച്ചുറേസ്യ പുണ്യവതിയോടും മാതാവിനോടും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അതുപോലുള്ള ഒരു പ്രത്യേക പ്രവർത്തനമുള്ള ഒരു സഭ എനിക്ക് കണ്ടെത്തണം. അത് മാതാവിൻ്റെ സഭയായിരിക്കണം, അതൊരു മിഷണറി സഭയായിരിക്കണം, അത് പ്രത്യേകമായ വിധത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സഭയായിരിക്കണം. അപ്പോൾ ആ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മച്ചിയും എൻ്റെ ഇളയ കുട്ടികളുമാണ് ഉള്ളത്. മൂത്ത എൻ്റെ ചേച്ചി സിസ്റ്ററാകാൻ ഓൾറെഡി പോയി, സിസ്റ്ററായി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മിലിറ്ററി കോണ്ടാക്റ്റിൽ ജോലിയിലാണ്. അപ്പോൾ മൂത്തവരൊക്കെ പോയി. ഇപ്പോൾ വീട്ടിലെ മുതിർന്ന അംഗമെന്നുള്ളതിൽ ഞാനാണ് അവിടെ ലീഡർ. ആ സാഹചര്യത്തിൽ എൻ്റെ SLC പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും എന്നെ ശക്തമായ ആഗ്രഹം ജനിച്ചു. ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്കെൻ്റെ സഭ കണ്ടെത്തണം. എനിക്കൊരു ദൈവവിളി ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടെത്തിയിരിക്കും. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഞാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ്. അത് കഴിഞ്ഞ് +2 അന്ന് പ്രീ ഡിഗ്രിയാണ്. അമ്മച്ചി പറഞ്ഞു, പ്രീ ഡിഗ്രി പാസ്സാകാതെ തന്നെ ഒരിടത്തും വിടുകയില്ല എന്ന് പറഞ്ഞു. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, ഞാൻ കോൺവെന്റിലൊന്നും പോകുന്നില്ല, പിന്നെ എന്നാ കുഴപ്പം, എനിക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയാൽ മതി, അങ്ങനെയൊക്കെ ഞാൻ പറയും. അമ്മച്ചിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന അമ്മച്ചിക്കും എൻ്റെ ഇളയ സഹോദരങ്ങൾക്കും ഭയങ്കരമായ വിഷമമുണ്ടാകുന്ന അറിയാം. അതുകൊണ്ട് ഞാനിങ്ങനെ വളരെ സൂത്രത്തിൽ അവർക്കൊന്നും തോന്നാത്ത വിധത്തിൽ പഠിക്കാൻ പോകണം എന്നൊക്കെയുള്ള ആശയം. പക്ഷെ മനസ്സിൽ എനിക്ക് ചേരേണ്ട കോൺവെന്റ് കണ്ടെത്തുകയാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് എനിക്ക് മോൺസിഞ്ഞർ തോമസ് നെടുങ്കല്ലേൽ, അന്ന് വടവാതൂർ സെമിനാരിയിലാണ്, അദ്ദേഹമാണല്ലോ നിർമ്മല കോളേജൊക്കെ തുടങ്ങി, എനിക്ക് ന്യൂമാൻ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു തരാൻ ചിറ്റപ്പൻ വളരെ നന്നായി റെക്കമെൻഡ് ചെയ്തു. എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം 2nd ഇയർ ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും സജീവമായിട്ട് എൻ്റെ ദൈവവിളിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം എന്നെ സജീവമായി. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ 8 നോയമ്പിന് ഞാൻ 8 ദിവസവും നാഗപ്പഴപ്പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, നോമ്പും എടുക്കും. അമ്മച്ചി ചോദിച്ചാൽ, എന്തിനാ നീ ഇപ്പോൾ നാഗപ്പഴപ്പള്ളിയിൽ അങ്ങനെ നോമ്പെടുക്കുന്ന? കുടുംബത്തിൻ്റെ കാര്യത്തിനൊക്കെ ഞാൻ എടുക്കുന്നുണ്ടല്ലോ, നീ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല അമ്മച്ചി, ഞാൻ പോകും, ഞാൻ നോമ്പെടുക്കും. ഞാൻ നോമ്പെടുത്ത് മാതാവിനോട്, അന്ന് ആ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരുന്നു, എനിക്ക് 8 ദിവസവും നാഗപ്പഴപ്പള്ളിയിൽ പോയിരുന്ന് രാവിലെ പോകും, അവിടെയുള്ള എല്ലാ ഭക്തകൃത്യങ്ങളിലും പങ്കെടുക്കും, അവസാനം വൈകുന്നേരം നൊവേനയെല്ലാം ചൊല്ലിയിട്ട് പോരും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് മാത്രമാണ്, അമ്മേ, എനിക്ക് അമ്മയുടെ സഭ, അമ്മയുടെ പേരുള്ള സഭയായിരിക്കണം, മിഷണറി സഭയായിരിക്കണം. ഈ സ്കൂളും കോളേജും ഹോസ്പിറ്റലും ഒന്നും അല്ലാത്ത ഒരു പ്രവർത്തന രംഗം എന്നെ കാണിച്ചു തരണം. എന്തോ ഒത്തിരി മനുഷ്യരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് അന്നേരം ആ നാളുകളിൽ പൊങ്ങി വന്നത്. ഈ മനുഷ്യരൊക്കെ ഒത്തിരി നൊമ്പരപ്പെടുന്നുണ്ട്, ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബങ്ങളിലുണ്ട്. അത് സിസ്റ്റേഴ്സ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. വൈദികർക്കായാലും പള്ളിയിൽ മറ്റു കാര്യം, കൂദാശകൾ, കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എനിക്ക് പ്രത്യേകമായ വിധത്തിൽ ഈ ജനങ്ങളെ ഒന്ന് സഹായിക്കണം. അങ്ങനെ ഒരു ഉൾവിളി എനിക്ക്
എൻ്റെ ആ ദൈവവിളി പ്രാർത്ഥനയിൽ സജീവമായിട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ എൻ്റെ ചേച്ചി ഓൾറെഡി ഉടുപ്പിട്ട ആരക്കുഴ മഠത്തിലാണ്. ആ സമയത്ത് ആരക്കുഴ മഠത്തില് ചേച്ചിയെ കാണാനായിട്ട് ഒരു ദിവസം കിട്ടി. അമ്മച്ചിയും എൻ്റെ ഇളയ അഞ്ചന്മാരും അഞ്ചത്തിമാരും ഞാനും കൂടെ അമ്മച്ചിയും കൂടി ചേച്ചിയെ കാണാനായിട്ട് പോവുകയാണ്. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നപ്പോൾ കുറേ നേരം ഇരുന്നിട്ടും ബസ് കിട്ടുന്നില്ല. ഈ ആരക്കുഴയ്ക്ക് വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. അന്നത്തെ കാലത്ത് നമുക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബസ്സിലേക്കാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന് മടുത്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശത്ത് വളരെ പ്രായമുള്ള ഒരമ്മ, കർമ്മലത്ത സിസ്റ്റേഴ്സാണ്, CM സിസ്റ്റേഴ്സാണെന്ന് അമ്മച്ചി പറഞ്ഞ അറിവ് എനിക്കുണ്ട്. അമ്മച്ചി പറഞ്ഞ എടി ഇത് കർമ്മലത്ത സിസ്റ്റേഴ്സാണ്, ചേച്ചിയുടെ മഠം തന്നെയാണ്. ആ സിസ്റ്ററിനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരമ്മ പ്രായമുള്ളത്, മറ്റേ അമ്മ ഇരുന്ന് എഴുത്തെഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ഇതന്നെ ഈ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഈ അമ്മ എഴുത്തെഴുതല്ലേ എഴുതുന്നത്? അന്ന് ഇത് പ്രൊവിൻഷ്യലാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ അമ്മ എഴുത്തുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മയുടെ അടുത്ത് വന്ന് സിസ്റ്ററെന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ആരക്കുഴ മഠത്തിലേക്കുള്ള ബസ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഒന്ന് പറയാമോ, അങ്ങോട്ടുള്ള ബസ് എപ്പോഴാന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ആ നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ നോട്ടത്തിൽ എന്തോ ഒരു പ്രത്യേക സംതിങ് ആ നോട്ടത്തിലുണ്ടെന്ന് എനിക്കിപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ നോട്ടം. അപ്പം ഞാൻ ഈ അമ്മേനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആരക്കുഴ ബസ്സിൻ്റെ കാര്യമല്ല അമ്മ പറഞ്ഞത്. എന്നോട് ചോദിച്ചു, മോൾ എന്നെ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതിയിട്ടിരിക്കുക, ഇനി എന്താ മോളുടെ പ്ലാൻ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കോൺവെന്റിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു മിഷൻ സഭയിൽ, മാതാവിൻ്റെ പേരുള്ള സഭയിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഈ അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അപ്പം മിഷനാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് അമ്മ പറഞ്ഞു, മോളെ മിഷന് നേരിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നാൽ തിരിച്ചു പോന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു ചേരാൻ പറ്റില്ലല്ലോ. ഇവിടെ ചേർന്നിട്ട് മിഷന് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറ്റും. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞങ്ങളുടെ സഭ ചേച്ചിയുള്ള സഭയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ അനില എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു, അനിലെ കാണാനാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നോൾ. അപ്പോൾ പറഞ്ഞു, അനിലയുള്ള സഭ മാതാവിൻ്റെ സഭയാ, ഈ സഭയ്ക്ക് മിഷനുണ്ട്, ഹസാരിബാഗിൽ ഇതിന് വിശാലമായൊരു മിഷനുണ്ട്. അപ്പം നമ്മൾക്ക് മിഷന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്നേരം പോകാം, ഇവിടെ ചേർന്നിട്ട് സിസ്റ്ററായിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ എവിടെ നിന്ന് ഉത്തരം കൊടുത്തെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ശരി എന്ന ഉത്തരം അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ മുഖം പ്രസാദിച്ചു, എൻ്റെ മുഖവും പ്രസാദിച്ചു. എൻ്റെ അമ്മച്ചി ഇതന്നതായി ഇവള് ആദ്യമായിട്ട് ബസ് ചോദിക്കാനായിട്ട് പോയി നിന്നവള് എന്തോ ഒരു വർത്തമാനം അമ്മയോട് പറയണേ. അമ്മച്ചിക്ക് അറിയില്ല ഇത് പ്രൊവിൻഷ്യൽ അമ്മയാണെന്ന്, കാരണം അമ്മ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയാണ്. അപ്പൊ അമ്മച്ചി ആ അമ്മയായിട്ട് എഡ്വിനാമ്മ. അതിനുമുള്ള വിക്ടിമാമ്മയൊക്കെയാണ് അമ്മച്ചിക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പിള്ളേർക്ക് പിന്നെ അതൊന്നും അറിയത്തില്ല. അപ്പോൾ എഡ്വിനാമ്മ എന്നോട് പറഞ്ഞു, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് ഇവിടെ ചേരാം, മോൾ എന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ വരാം. അപ്പം അമ്മ പറഞ്ഞു, നാളെ കഴിഞ്ഞ് ഞാൻ അവിടെ കോതമംഗലത്തുണ്ട്. അപ്പോൾ കർമ്മനാഥാവിൻ്റെ പെരുന്നാളിൻ്റെ നാളുകൾ ആരംഭിക്കുക. അപ്പോൾ പറഞ്ഞു, നാളെ കഴിഞ്ഞ് ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ 16-ാം തീയതിയാണ് പിള്ളേരെല്ലാവരും വരേണ്ട, 15-ാം തീയതിയാണ് കർമ്മനാഥാവിന് മുമ്പ് വരണം. അപ്പം നമുക്ക് അവിടേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ ചെയ്യാം, ആപ്ലിക്കേഷനൊക്കെ പൂരിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അനിലയുടെ അടുത്ത് പറയണം, പ്രൊവിൻഷ്യാളമ്മയെ ഞാൻ കണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആരാ പ്രൊവിൻഷ്യാളമ്മ? പ്രായമുണ്ട് അമ്മയാണ്, ഏതാന്ന് എനിക്കറിയില്ല. അപ്പം ഏതാ പ്രൊവിൻഷ്യാളമ്മ എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നേ, പ്രൊവിൻഷ്യാളന്മാരെ കാണുമ്പോൾ സ്തുതിയെല്ലാം അമ്മച്ചി ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മദർമാരെ കാണുമ്പോൾ പെട്ടെന്ന് സ്തുതിയെല്ലാം പഠിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് സ്തുതിയില്ലേ അമ്മയ്ക്ക്, വളരെ പെട്ടെന്ന് അമ്മയ്ക്ക് അമ്മ ഈശ്വരശേഖി സ്തുതി എന്ന് പറഞ്ഞ സ്തുതിയല്ലേ. അമ്മേൻ്റെ കരങ്ങളിൽ പിടിച്ചു, എന്നെ സ്വീകരിച്ചു. അമ്മ അവിടെ ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. അമ്മച്ചി ചോദിച്ചു, എന്തായിരുന്നടി അവിടെ നിങ്ങൾ ഇത്ര നേരം വർത്താനം പറഞ്ഞ എന്ത് കാര്യമാണ്? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞത് ഈ ആരക്കുഴ മഠത്തിലേക്കുള്ള വണ്ടിയുടെ കാര്യവും പിന്നെ
ഇങ്ങനെ സിസ്റ്റേഴ്സ് ആകാൻ പോകുന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. അത് നീ എന്നെ ഉത്തരം പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ പഠിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് ചേച്ചിയെ പോയി കണ്ടു. ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മയെ കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും കടന്നു വന്ന അമ്മമാർക്കെല്ലാം ഭയങ്കര സ്നേഹം എന്നോട്, ഒരു വശ്യമായ സ്നേഹം. എല്ലാ അമ്മമാരും വന്ന് കയ്യെ പിടിക്കുന്നു, തോളത്ത് പിടിക്കുന്നു, വാത്സല്യം ചൊരിയുന്നു എല്ലാ. അപ്പൊ ഈ അമ്മമാരെല്ലാം വലിയ സ്നേഹിക്കുന്നതൊക്കെ അനുഭവപ്പെട്ടു. എനിക്ക് എൻ്റെ ദൈവവിളി ഉറച്ചു. പക്ഷെ ആരോടൊന്നും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ ചെന്നു. ഒന്നും അറിയാത്ത വിധത്തിൽ അമ്മച്ചിയോടൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ ലാബറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനായിട്ട് കോതമംഗലത്തിന് പോകുക, അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമായെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു, നീ അതാണ് പഠിക്കാൻ പോകുന്നേ? ഞാൻ ഇനി അതാ പഠിക്കാൻ പോകുന്നേ. അപ്പോൾ വീട്ടിൽ നിന്ന് പിള്ളേരെ അമ്മച്ചി ആരെയും കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം കോൺവെന്റിൽ ചേരുവെന്ന് അവരാരും അറിയണ്ട. എൻ്റെ ചിറ്റപ്പൻ്റെ മോനെ 5 വയസ്സുള്ള പയ്യനെ, അവനൊന്ന് തിരുവനന്തപുരത്ത് വലിയ ജോലിക്കാരനാ, ബിനുവിനെയും കൂട്ടിക്കൊണ്ട് കുഞ്ഞാമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മച്ചിയുടെ എൻ്റെ ചിറ്റപ്പൻ്റെ ഭാര്യയോട്, കുഞ്ഞാമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞാമ്മയോട് ഞാൻ ചോദിച്ചു, ഇവനെ എനിക്കൊന്ന് കൂട്ടുവിടാമോ എന്ന് ചോദിച്ചു. കുഞ്ഞമ്മ അതിനെന്തിയാ ഫെലിസിറ്റാ, കൂട്ടുകൊണ്ടുപോകാലോ, എന്നെ വീട്ടിൽ ഫെലിസിറ്റാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് കോതമംഗലത്തിന് പോയി. കോതമംഗലം പ്രൊവിൻഷ്യൽ ഹൗസിൽ കയറി ചെന്നു. പ്രൊവിൻഷ്യാളമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മ വന്നു. എനിക്ക് ആപ്ലിക്കേഷനുമായിട്ടാണ് അമ്മ ഇറങ്ങി വന്നത്. എന്നെ കൊണ്ട് ഇവിടെയൊക്കെ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാം എഴുതി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു. അങ്ങനെ CMCയിലേക്കുള്ള എൻട്രി ഞാൻ നിർവഹിച്ചു. ഇന്നും അത് ഒരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുക. മാതാവ് കൃത്യം എന്നെ അവിടെ എത്തിച്ചു. ഈ ദൈവവിളിയോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കർമ്മല മാതാവിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ ചെല്ലുന്നത്. പിറ്റേ ദിവസം വലിയ പെരുന്നാൾ, എല്ലാ കാര്യങ്ങളും തലേദിവസം, ആ കൾച്ചർ പ്രോഗ്രാം ഇതെല്ലാം കഴിഞ്ഞു. അപ്പം എൻ്റെ മിസ്ട്രസ് പറഞ്ഞു, പിള്ളേരിന്ന് കിടന്ന് ഉറങ്ങിക്കോ, ഇന്നലെ നിങ്ങൾ രാത്രി ഒത്തിരി വൈകിയവരില്ല, അതുകൊണ്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. എനിക്ക് കിടന്നുറങ്ങാനായിട്ട് തോന്നിയില്ല. ഞാൻ ഈ ലൈബ്രറി കണ്ടു. ചാപ്പൻ്റെ ഇപ്പുറം ഒരു ലൈബ്രറിയാണ്. ഞാൻ ഈ ലൈബ്രറി പോയി ചുമ്മാ പുസ്തകങ്ങൾ ഇങ്ങനെ തപ്പി എന്താ എടുത്ത് വായിക്കണ്ടേന്ന് കണ്ടപ്പോൾ നീയും ഞാനും എന്ന് പറയുന്ന, അന്ന് മനഃശാസ്ത്രത്തിൽ ആകെയുള്ള ഒരു വാരിക നീയും ഞാനുമാണ്. കണ്ടത്തിലച്ഛൻ SJ ഫാദർ കളമശ്ശേരിന്ന് വിടുന്ന ICTന്ന് വിടുന്ന മാസിക. ആ മാസികയാണ് എൻ്റെ കൈ കിട്ടിയത്. അതെടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി. അതെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അന്വേഷിക്കുന്ന എന്തോ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ. ഈ മനഃശാസ്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്ന അപ്പോഴാണ്. പക്ഷെ എന്തോ ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ആ ആഗ്രഹം പോലെ ഈ പുസ്തകത്തോടും ഈ പേരിനോടും ഇതിനോടെല്ലാം എനിക്ക് ഭയങ്കര ആകർഷണം. ഇപ്പം ഈ മനഃശാസ്ത്രം എന്ന് എൻ്റെ മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും ഞാൻ അതിൻ്റെ ഫലം അറിഞ്ഞു. ഞാൻ ഉടുപ്പിട്ട് കഴിഞ്ഞ് പ്രവർത്തന രംഗത്തേക്ക് ജൂൺ ഡേറ്റും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കോതമംഗലം രൂപതയിൽ നിന്ന് ബഹുമാനപ്പെട്ട കല്ലിങ്ങലച്ഛൻ എൻ്റെ പ്രൊവിൻഷ്യലമ്മയെ സന്ദർശിച്ചിരിക്കുക. ഞങ്ങൾക്കൊരു സിസ്റ്ററിനെ തരണം, ഞങ്ങൾക്കൊരു സിസ്റ്ററിനെ ഹൈറേഞ്ചിലൊരു ഹെൽത്ത് പ്രോജക്റ്റ് തുടങ്ങിയാണ്, അതിലേക്ക് പഠിക്കാൻ വിടാനായിട്ട് ഒരു സിസ്റ്ററിനെ ഞങ്ങൾക്ക് തരണം. മിഷന് പോകാൻ താല്പര്യമുള്ള കൊച്ചായിരിക്കണം, മിഷൻ വേലയിൽ താല്പര്യമുള്ള കൊച്ചായിരിക്കണം. ഫ്രീ ആയിട്ട് ഒത്തുവന്നു, വളരെ ഒത്തുവന്നു. ഇതെനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ മാത്രമായിട്ട് കാണാൻ പറ്റും. അപ്പം മിഷനോട് താല്പര്യമുള്ള ആളായിരിക്കണം, മിഷന് വേണ്ടി ഇറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ താല്പര്യമുള്ളതായിരിക്കണം. കോഴ്സ് ഇതാണ്, സോഷ്യൽ വർക്കിന്റെ കോഴ്സിനാണ് വിടുന്നത്. പക്ഷെ അന്ന് അച്ഛനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല. ഈ സോഷ്യൽ വർക്കിന്റെ കോഴ്സ് ഒരു ട്രിപ്പിൾ മെയിൻ കോഴ്സാണ്, സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക്. അപ്പം എനിക്കിഷ്ടപ്പെട്ട സൈക്കോളജി അതിൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ കോഴ്സിനെ എന്നോട് പ്രൊവിൻഷ്യൽ എന്തിനൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, സിസ്റ്റർ സുവിനെ ഞങ്ങൾ സോഷ്യൽ വർക്കിന്റെ ഒരു കോഴ്സ് പഠിക്കാൻ ഒരു 3 ഇയർ കോഴ്സിനാണ് വിടുന്നത്, അതൊരു ഡിഗ്രി കോഴ്സാന്ന് മാത്രം പറഞ്ഞു. ഭോപ്പാലില് ജൂണ്ടായിട്ട് കഴിഞ്ഞ് വന്ന ഉടനെ അപ്പം അമ്മ പറഞ്ഞു, വേഗം വീട്ടിൽ പോയിട്ട് പോരെ, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പോകാനുണ്ട്. കാര്യങ്ങളെ ബന്ധുമിത്രാദികളെ ആരെങ്കിലും അത്യാവശ്യം കാണണം, കാരണം അങ്ങോട്ട് പോയാൽ പെട്ടെന്ന് വരാൻ പറ്റുകയില്ല. അപ്പോൾ കണ്ട് എല്ലാ കാര്യവും ചെയ്ത് അമ്മച്ചിയൊക്കെ ഒരുക്കിയിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞു. അമ്മ 2 ദിവസം കഴിഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു. വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് വലിയ പനി വന്നു. എങ്കിലും ആ പനിയോടുകൂടി എന്നെ ട്രെയിനിലേക്ക് പാക്ക് ചെയ്തു. കല്ലിങ്ങലച്ഛൻ തന്നെ വണ്ടി കൊണ്ട് വന്ന് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ 2-3 FCCയിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു,
അഡോറേഷനിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെയും കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടു. അവിടെ ചെന്നപ്പോഴും പനിയുണ്ടെങ്കിലും ഭയങ്കര സന്തോഷം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാവുന്ന കോഴ്സ് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചെല്ലാം അതിൻ്റെ ഇടയിൽ ഈ സിലബസും പ്രോസ്പെക്ടസും ഒരു സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് പെരുത്ത് സന്തോഷമായി. കാരണം അതിൻ്റെ അകത്ത് സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്. ഇതെന്നാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒന്നാണെന്ന് മനസ്സിലായതിൻ്റെ സന്തോഷം വളരെയധികം ഉണ്ടായി. അങ്ങനെ ആ കോഴ്സ് അതെ റാങ്കോടുകൂടി കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ പഠിച്ചിറങ്ങി. അതെ, എല്ലായിടത്തും അതെ. MSW പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആണ് എനിക്ക് റോബി അച്ഛന്മാരെന്ന താരങ്ങളെ കണ്ടെത്താൻ ദൈവം ഒരുക്കിയ സാഹചര്യം ഉണ്ടായത്. റോബി അച്ഛന്മാർ മാത്രമല്ല, തോപ്രാങ്കുടി, കിളിയാറുകണ്ട്, ഉപ്പുതോട് 3 പ്രദേശങ്ങളായിരുന്നു എനിക്ക് രൂപതയിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട്. ഞാൻ 3rd ഇയർ കഴിഞ്ഞ് വന്നപ്പോൾ പ്രവർത്തിക്കാൻ ഒരുങ്ങിക്കിടന്ന പ്രോജക്റ്റിൻ്റെ പ്രദേശങ്ങൾ. അവിടെ നിന്ന് ധാരാളം ദൈവവിളികൾ എനിക്ക് മിഷനിലേക്ക് കൊടുക്കാൻ പറ്റി. കേരളത്തിൽ തന്നെയുള്ള സഭകളിലേക്ക് കൊടുക്കാൻ പറ്റി. ഇടുക്കി പ്രോവിൻസിലേക്ക് പിള്ളേരെ, ആൻസ്മരിയൊക്കെ ഇടുക്കി പ്രോവിൻസിലേക്ക് ഞാനാണെന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിയാറുകണ്ട ഇടവയിലേക്ക് പോകാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ചെറിയ പൊക്കം കുറഞ്ഞ 2 ഉരുണ്ട കൊച്ചു ആൺപിള്ളേരുണ്ട്. അവരുടെ തീഷ്ണമായ പ്രവൃത്തി, ഓടി നടപ്പും. പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളി അലങ്കരിക്കണം. എനിക്ക് പള്ളി അലങ്കരിക്കാൻ ഒന്നും അറിയണ്ട. മക്കളെ ഇത്തിരി പൂ പറിച്ചുകൊണ്ട് വരണല്ലോ എന്ന് പറയുമ്പോഴത്തേനും വേഗം ഓടിക്കോളും 2 പേരും. പൂ പറിക്കാൻ, കോലൊടിക്കാൻ, അലങ്കരിക്കാൻ, ക്രിസ്മസിൻ്റെ പുൽക്കൂട് കെട്ടാൻ, എല്ലാത്തിനും ഇടവും വലമായിട്ട് റോബി അച്ഛന്മാരല്ല, റോബിയും പിന്നെ ആൻസ്മരിയെ പോലെയുള്ള കുറച്ച് പെൺപിള്ളേരും ഇവരുടെ പെങ്ങന്മാര് പെൺപിള്ളേര് എല്ലാവരും നല്ല പിള്ളേർ, തീഷ്ണമതികളായ പിള്ളേര്. പക്ഷെ അതിലുപരിയായിട്ട് പള്ളിയിൽ ചെന്നാൽ ഇവരുടെ പാട്ട്, ഇവരുടെ മേളങ്ങൾ ഭയങ്കര അരങ്ങ്. അപ്പം എൻ്റെ മനസ്സിൽ കയറി ഇവർ 2 പേരും നല്ല അച്ഛനാവുകയാണെങ്കിൽ നല്ല മിടുക്കരാകും. അതിൻ്റെ ചാരിതാർത്ഥ്യം ഇന്ന് ഇവരുടെ അടുത്തിരിക്കുമ്പോൾ എനിക്കുണ്ട്. മിടുക്കരായ, അനുഗ്രഹീതരായ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിലയും നിലയും അതിൻ്റെ പൂർണ്ണതയിൽ അറിയുന്നവരായി ഇവരെ കണ്ടെത്താനും അനുഭവിക്കാനും അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ വിജയമാണ്. ഞങ്ങൾക്കും വലിയൊരു സന്തോഷത്തിന്റെ സമയമാണ്. കാരണം സുനാമയുടെ കൂടെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോഴേ. അതെ. പിന്നെ അതുപോലെ നല്ല ദൈവവിളികൾ ഇപ്പൊ കോട്ടയത്ത് വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിൽ വെച്ചിട്ട് ബെറ്റി ഉണ്ട്. ഇപ്പൊ ക്യാൻസർ ആയി സുഖപ്പെട്ടു. എങ്കിലും ബെറ്റി നല്ല തീഷ്ണമതിയായ ഒരു സിസ്റ്ററാണ്. ആൻസ്മരിയ ഇതേ തീഷ്ണത തന്നെ, ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിലും അതേ തീഷ്ണത അത് പുലർത്തുന്നു. ഒത്തിരി പേരുണ്ട്, മിഷനിലും ഉണ്ട് സിസ്റ്റേഴ്സ്. അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവവിളിയുടെ ആദ്യത്തെ ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കണ്ടെത്താനുമായിട്ട് ദൈവം എന്നെ ഒരുക്കിയതോർത്ത് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ ജനങ്ങളോടൊത്ത് പ്രവർത്തിച്ച് വന്നപ്പോഴാണ് ഈ മനഃശാസ്ത്രത്തിൻ്റെ ഉൾരഹസ്യങ്ങളും ഏറെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ അന്ന് ഒത്തിരി കണ്ടിരുന്ന ഒരു പ്രശ്നമാണ് മദ്യത്തിൻ്റെ പ്രശ്നം, പുകവലിയുടെ പ്രശ്നം. മയക്കുമരുന്നുകൾ ഇന്നത്തെ പോലെ അത്ര ശക്തമല്ല അന്ന്, എങ്കിലും ഉണ്ട്. കഞ്ചാവ് എന്ന് പറയുന്ന സംഗതി ഹൈറേഞ്ചിന്റെ ഒരു വലിയ വിത്താണ്. ആ സമയത്തൊക്കെ വലിയ കഞ്ചാവ് പ്രശ്നങ്ങളുണ്ടോ അവിടെ? ഉണ്ട്, ഹൈറേഞ്ചിലുണ്ട്. കഞ്ചാവ് പിടിച്ച് നമ്മുടെ തോപ്രാങ്കുടിയിൽ തന്നെ എത്ര ഡ്രൈവേഴ്സും ചേട്ടന്മാരൊക്കെ പിടിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. മാത്രമല്ല ഒരു വലിയൊരു കൊലപാതകം, ഒരു മദ്യപാനിയെ മകൻ കൊന്നിട്ട ഒരനുഭവം എനിക്കുണ്ടായി. ഞങ്ങളെല്ലാവരും രാവിലെ കുർബാനയ്ക്കായിട്ട് പോകുന്ന സമയമാണ്. ഈ ചേട്ടൻ എന്നും മദ്യപിച്ചിട്ട് നമ്മുടെ അടുത്താണ്. ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. മഠത്തിന്റെ അടുത്ത് റോഡരികില. നിങ്ങളറിയില്ല, അത്ര അറിയില്ല, നിങ്ങൾക്ക് അത്ര പ്രായമായിട്ടില്ല. അപ്പൊ ഈ ചേട്ടൻ കുടിച്ചിട്ട് വന്ന ആ ചേട്ടത്തിയെയും പിള്ളേരെയും എന്നും ഭയങ്കര ഉപദ്രവം. ചേട്ടത്തിക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത വിധത്തിലെ ഉപദ്രവമാണ്. അപ്പൊ ഞാൻ വീടുകളിലൊക്കെ കയറി വരുമ്പോൾ ഈ ചേച്ചി എന്നെ കാണാനായിട്ടിരിക്കും. ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ ആ ദിവസങ്ങളിലുണ്ടാകുന്ന ഓരോ വിഷമവും പറയും. ഞാൻ പറയും, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം എങ്ങനെയെങ്കിലും. അന്ന് ഈ മദ്യചികിത്സയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, മദ്യത്തിന് ചികിത്സ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ചേച്ചി ഞാൻ സഹായിക്കാം, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊക്കെ ആശ്വസിപ്പിച്ചു വിടും. അപ്പൊ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചേച്ചി പറയും, സിസ്റ്റർ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇത്തിരി
ശാന്ത വന്നു പറയും. അപ്പം എനിക്കതൊരു വലിയ സന്തോഷമാണ്, കാരണം ഒരു ശാന്തത വന്നല്ലോ. പിന്നെയും ഈ ബഹളം അതുപോലെ തന്നെ. ഒരു ദിവസം ഈ ചേട്ടൻ്റെ മകൻ ആ ചേട്ടനെ രാവിലെ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. സിസ്റ്റേഴ്സ് എല്ലാം അങ്ങ് പള്ളിയിലേക്ക് പോയി. അന്ന് താമസിച്ചാണ് ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ വാതിൽ പൂട്ടി ഗേറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇവൻ കടാരിയും പിടിച്ചോണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. അവൻ്റെ കയ്യെ കൂടെ രക്തം ഒഴുകുക. ഞാൻ ചോദിച്ചു, അവൻ്റെ പേര് ഞാൻ പറയില്ല, അവനോട് ഞാൻ ചോദിച്ചു, മോനെ ഇതെന്താ കാണുന്നേ, ഇതെന്താ പറ്റിയെന്ന്. അന്നേരം അവൻ പറയാ, ഞാൻ അവനെ കൊന്നു സിസ്റ്ററെ, ഞാൻ കൊന്നു. എൻ്റെ അമ്മയെ അതുപോലെ ചെയ്തപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാതിരുന്നു, ഞാൻ കൊന്നു. അന്ന് എൻ്റെ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തു, ദൈവമേ മദ്യപാനികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പിന്നെ തോപ്രാംകുടി ചുറ്റും പ്രദേശത്തുള്ള മദ്യപാനികളെയൊക്കെ ഞാൻ സന്ദർശിക്കാനും വീടുകൾ കയറി ഇറങ്ങാനും കാര്യങ്ങൾ പഠിക്കാനും തുടങ്ങി. അതിനെന്ത് ഉത്തരമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോതമംഗലം രൂപതയിൽ ആദ്യമായിട്ട് ഒരു മദ്യ ചികിത്സാ ക്യാമ്പ് വരുന്നു. ഈ കോതമംഗലം രൂപതയിൽ നിന്ന് ഓരിപ്പർ അച്ഛനും സോഷ്യൽ സർവീസ് ഡയറക്ടർ അച്ഛനും ഒക്കെ ഞങ്ങളെല്ലാവരും വിളിച്ച്, നിങ്ങളെല്ലാവരും വരണം, നിങ്ങളെല്ലാവരും കുറച്ച് മദ്യപാനികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീടാന്തരം കയറി ഇറങ്ങി എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് ചേട്ടത്തിമാരെയൊക്കെ ഒരുവിധം ഒരുക്കി, ചേട്ടന്മാരൊക്കെ വേണ്ടി വണ്ടിയൊക്കെ, അപ്പോൾ താടിയച്ഛനൊക്കെ ജീപ്പ് അറേഞ്ച് ചെയ്യാനൊക്കെ എല്ലാം സഹായിച്ചു. ഇങ്ങനെ എല്ലാം സഹായിച്ചു. ഒരു 6 മദ്യപാനികളെയും കൊണ്ട് ഞാൻ കോതമംഗലത്തേക്ക് വരുക. അപ്പൊ സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, സൂനയ്ക്ക് പേടിയാവില്ലെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചിമാരോടും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിമാരുള്ളത് കൊണ്ട് എനിക്കൊരു പേടി ഇല്ല. അങ്ങനെ അവരെ ജീപ്പേ കയറ്റി വഴി നീളം അവർ ജീപ്പ് നിർത്തി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് അവരെ പിന്നെ കിട്ടുള്ളൂ. കിട്ടുന്ന ഷാപ്പ് നമുക്കറിയില്ല, അവർക്കറിയാം. അതെ അതെ. ഏതായാലും അവരെന്നെ മുമ്പിലിരുത്തി. അതുകൊണ്ട് ചേച്ചിമാർ പറഞ്ഞു, സിസ്റ്റർ മുമ്പിൽ തന്നെ ഇരുന്നോ. ഞാൻ സമാധാനമായിട്ട് ഇരുന്നു. ഇവര് വരാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്കണ്ഠേ, കാരണം സമയത്ത് അവിടെ ചെല്ലണ്ടേ. ഇവന്മാര് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയോ ഒരു കുഴപ്പം വരാതെ ഒന്ന് എത്തിക്കണം. ഏതായാലും എത്തിച്ചു. നമ്മൾ ഇത്തിരി താമസിച്ചാലും എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട തൈത്തോട്ടത്തിലച്ഛൻ്റെ ഒരു ഉജ്ജ്വല പ്രസംഗം ഞാൻ കേട്ടു. ഡോക്ടർ ജോവാൻ ചെങ്ങുപ്പരി വന്നിട്ടുണ്ട്. സിസ്റ്ററാണ് കേരളത്തില്, ഇന്ത്യയിലെന്ന് തന്നെ പറയാം, മദ്യ ചികിത്സാ രംഗത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ച ആളാണ് ഡോക്ടർ ജോവാൻ ചെങ്ങുപ്പര.